ഇനി നമ്മളെങ്ങോട്ടാ? ഇനി നമ്മൾ പുലിവാലി പിടിക്കും. അതെ. വോട്ട് ചോദിച്ചു വരുന്ന സ്ഥാനാർത്ഥികളെ റിംഗ് റോഡ് വട്ടം ചുറ്റിക്കുമോ? വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ് പദ്ധതി നിലച്ചതോടെ 1000-ഓളം കുടുംബങ്ങളാണ് ഇപ്പോൾ നക്ഷത്രം എണ്ണുന്നത്. അതെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉറപ്പിൽ പ്രമാണങ്ങളടക്കം നൽകിയവരാണ് ഇപ്പോൾ വെട്ടിലായത്. സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി മടുത്തതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനു മറുപടി ഉണ്ടാകുമെന്നാണ് പ്രദേശവാസികളുടെ മുന്നറിയിപ്പ്. എനിക്കാണെങ്കിൽ ആരുമില്ല, ഓർമ്മ പോലും ഇല്ല സാറേ, ആരുമില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നു കരയാൻ മാത്രം അറിയാം. ചന്ദ്രികാമ്മയെപ്പോലെ ആരുമില്ലാത്തവരും എല്ലാം ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്തവരുമാണ് ഇന്ന് ദുരിതത്തിലായത്. സ്വന്തമായുള്ള ഈ 2 സെന്റ് വീട്ടിലെ താമസം ഒറ്റവാക്കിൽ വാടകക്കാരിയെപ്പോലെ. ഭർത്താവും ഇല്ല, മക്കളും ഇല്ല, ഒരു വീട് മാത്രമുണ്ട്. അത് മാത്രമേ ഉള്ളൂ. കിടക്കണ്ടേ, തരുമെങ്കിൽ വാങ്ങിച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. എനിക്ക് മക്കളൊന്നുമില്ലല്ല. മക്കളില്ലെങ്കിൽ ഞാൻ വേറെ ആരുമില്ല സാറേ. ഞാൻ ഒറ്റയ്ക്കാണ്, ജോലിക്ക് പോലും പോകാൻ വയ്യ. എന്നിട്ട് എല്ലായിടത്തും ജോലി ഉണ്ടെങ്കിൽ ഞാൻ പോവും. വെള്ളം കുടിക്കണ്ടേ? ഇന്ന് ഞാൻ ഒരിടത്ത് കേട്ടപ്പം ഇല്ലയെന്ന് പറഞ്ഞു, ജോലിയില്ല, ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു എന്തും ചെയ്യാം, നിർത്തിയാൽ മതി. സമ്മതിക്കുന്നില്ല ആരും. അസുഖബാധിതരായ സഹോദരനും മകൾക്കുമൊപ്പം പണി പൂർത്തിയാകാത്ത വീട്ടിൽ കഴിയുന്ന ട്രീസയ്ക്കും ആശങ്കകളേറെ. വളരെ ദയനീയമാണ് നമ്മുടെ വീട്ടിലെ അവസ്ഥ. അത് കയറി നോക്കിയാൽ തന്നെ അറിയാം, ഒരു മണ്ണിൻ്റെ പൊടിക്കകത്താണ് ഞങ്ങൾ കിടക്കുന്നത്. ഇവിടെ അളക്കാൻ വന്ന സമയത്ത് പറഞ്ഞത് 2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാ പൈസ അക്കൗണ്ടിൽ വന്ന് എത്തിപ്പെടും എന്നാണ് പറഞ്ഞത്. അത് കേട്ടും കൊണ്ട് ഞങ്ങളുടെ ആധാർ കൊണ്ടുവന്ന് ഞങ്ങൾ പ്രൈവറ്റ് ബാങ്കിൽ കൊടുത്തു. മൈക്രോ ഫിനാൻസ് ലോൺ എടുത്താണ് ഇപ്പം എന്താ വസ്തുവിന് അഡ്വാൻസ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കരാറും കഴിഞ്ഞു, ആ കാലാവധി കഴിഞ്ഞു. ഇപ്പോൾ അവർ നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് എത്രയും പെട്ടെന്ന് വസ്തു രജിസ്റ്റർ ചെയ്യണമെന്ന്. കാരണം ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത്. ഇനി നിവൃത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് അതേ ഉള്ളു വഴി. തൊട്ടുചേർന്ന മാനസിക വൈകല്യമുള്ള മകൾ സരിതയുമായി സതിയും സർക്കാരിന്റെ കനിവിനായി കാത്തിരിപ്പാണ്. എന്ത് ചെയ്യാൻ, ഭയങ്കര ഘട്ടത്തിൽ ഇത്തിരി പൈസ ഉണ്ടാകുന്ന ബാങ്ക് അതും തീർത്തു. പെൻഷൻ ഇനി ആശുപത്രി കൊണ്ടുപോകണം. എൻ്റെ കാലം വരെ പിന്നെ അപ്പം എങ്ങനെയും ചെയ്യാം. പദ്ധതി നടത്തിപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന തർക്കമാണ് അനിശ്ചിതാവസ്ഥയ്ക്ക് പിന്നിൽ. നൽകിയ ഉറപ്പുകളെല്ലാം പാഴായതോടെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ദുരിതത്തിലായവർ. ഒന്നുകിൽ നിങ്ങൾ ഇതിനെ ഏറ്റെടുത്ത് ഞങ്ങൾ ഇട്ട വില തരിക, ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ നഷ്ടം വന്ന ഈ 2.5 ലക്ഷം രൂപയും പലിശയും അവർ തന്നേ പറ്റുള്ളൂ. ഇല്ല ഞങ്ങളിനി എവിടെ നിന്ന് എടുക്കും? ഈ പ്രമാണം കൊണ്ട് തന്നാൽ ഞങ്ങൾ ഇനി എവിടെ പോകും? നമ്മുടെ സംസ്ഥാനത്ത് ഒരു വികസനം ഉണ്ടാകുന്നതിന് ഒത്തിരി സന്തോഷിച്ചവരാണ് ഞങ്ങളെല്ലാവരും. ഇനിയിപ്പോൾ ഇലക്ഷൻ ആകുമ്പോൾ എല്ലാവരും വരും വോട്ടിടാൻ വേണ്ടി. വോട്ടിടാൻ പോവില്ല, ഇട്ടിട്ടും പിന്നെ ഇവർ 2 പേരും കൂടെ ചേർന്നുള്ള ഞങ്ങൾ ജനങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ശരിക്കും പറയാനുള്ളത്. കാരണം ഇവർക്ക് കൃത്യമായ ഒരു മറുപടി പറയാനില്ല. ഞാനും എൻ്റെ കുടുംബവും വോട്ട് ചെയ്യത്തില്ല. ഞങ്ങളുടെ വീട്ടിലേക്ക് ഇലക്ഷന് വോട്ട് ചോദിച്ചാലും വരികയും വേണ്ടെന്ന് ഓരോ പാർട്ടിക്കാരോടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കക്കാനും വയ്യ, വിഴുങ്ങാനും വയ്യ, ആത്മഹത്യയുടെ വക്കിലാണ്. സ്വന്തമായി വീടും സ്ഥലവും ഉണ്ടായിട്ടും വാടകക്കാരായി കഴിയേണ്ടി വരുന്നവരുടെ വിലാപമാണ് ഈ കേട്ടത്. എല്ലാ വാതിലുകളും കൊട്ടിയടച്ചതോടെയാണ് ജനാധിപത്യ അവകാശം പോലും ബഹിഷ്കരിക്കാൻ ഇവർ തീരുമാനിച്ചത്. ക്യാമറമാൻ വിപിൻ വേളിക്കൊപ്പം MG പ്രതീഷ്, 24. വിജയകുമാർ, റെജി കല്ലേരി പറയുന്നു അപരന്മാർ അപാര പാറ തന്നെയാണ്. 24-നും എത്രയോ അപരന്മാരുണ്ട്. നേരാ. അതുപോലെ മറ്റൊരു കാര്യം, നമ്മുടെ ഇദ്ദേഹം ഒരു ജോയ്സ് ജോർജ് പറയുന്നു, ഐ ആം ഓൾസോ എ ജോയ്സ് ജോർജ്. ഇലക്ഷനിക്കാൻ പോവാ, പാരാന്ന്. നിങ്ങൾ എന്തിനാ പാര വയ്ക്കാൻ പോകുന്നത്? മിനി ബാബു പറയുന്ന വിജയകുമാർ, നമുക്കൊന്ന് സഹായിക്കാം. നിങ്ങളുടെ ഈ സ്റ്റണ്ട് കാണാനാണ് ഞാൻ ഈ പരിപാടി കാണുന്നത്. അപ്പൊ ബ്രേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.